അതിൽ പറഞ്ഞ പേരുകളിൽ എത്ര ആളുകൾ ഇപ്പോൾ LDF-നോടൊപ്പം ഉണ്ട് എന്ന് പരിശോധിച്ചാൽ ആ ലെറ്ററിൻ്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ നിൽക്കുന്ന ഐഷ പോറ്റിയായാലും ജി സുധാകരൻ സഖാവായാലും ഇടുക്കി MLA ആയിരുന്ന രാജേന്ദ്രനായാലും KT റസാഖ് MLA ആയാലും ഈ പറയുന്ന PK ശശി ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകൾ അന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല, പലരും ഇപ്പുറത്തേക്ക് വരികയും സ്ഥാനാർത്ഥികളാകുകയും ഈ പിണറായിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൽ ഈ സംവിധാനം വിട്ടു വരാൻ സാധ്യതയുള്ള ലീഡേഴ്സിനെ കുറിച്ചുള്ള ഇൻഡിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് വസ്തുതയാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അറിയുന്ന കാര്യമല്ലേ. അതിൽ വേറെ എന്ത് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരാളെയും അതിൽ വ്യക്തിപരമായ ആളുകളുമായി അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിണറായിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, പിണറായിസത്തിനെതിരെയുള്ള ഏറ്റുമുട്ടൽ ഞാൻ അപ്പുറത്തുനിന്ന് നടത്തുന്ന സമയത്ത് എത്രയോ ഉന്നതരായിട്ടുള്ള CPM-ൻ്റെ ലീഡേഴ്സ് എന്നെ അന്ന് പിന്തുണച്ചിരുന്നു. ഞാൻ രാജിവെച്ച് പുറത്ത് വന്ന് ഈ ഒരു ഘട്ടം വരെയായി 1.25 വർഷമാകുമ്പോൾ വേണം. നമ്മൾ ഇന്ന് വരെ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ശരിയായ നിലപാടല്ല. അതോടൊപ്പം തന്നെ ഈ കത്ത് നമ്മൾ കൊടുക്കുമ്പം അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ കത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഹൈലി കോൺഫിഡൻഷ്യൽ ആൻഡ് പ്യുവർലി പേഴ്സണൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മിനിമം ധാർമ്മിക ഉത്തരവാദിത്തം പോലും അവർ കൈകാര്യം ചെയ്യാനോ അതിനനുസരിച്ച് ചെയ്യാനോ വളരെ തറയായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളുമാണ്. അത് വളരെ വ്യക്തമാണ്.